എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചില പോസ്റ്റ് ഓഫീസ് സേവിങ് പദ്ധതികളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കേൾക്കുക. കേട്ടാൽ മാത്രം പോരാ, ഒരു നന്മ കൂടി ചെയ്യുക. കാരണം നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ സന്മനസ് കാണിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വ്യത്യസ്ത പ്രായത്തിലുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നിരവധിയായ നിക്ഷേപ സമ്പാദ്യ പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസ് സ്കീമുകളുടെ പ്രധാന സവിശേഷത. ഉയർന്ന പലിശയും ഉറപ്പായ റിട്ടേൺസും ഇത്തരം പദ്ധതികളുടെ സ്വീകാര്യതയും വിശ്വാസ്യതയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേക രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിരവധി പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ളത്. ഇത്തരത്തിൽ ആൺകുട്ടികളുടെയും ഭാവി സുരക്ഷിതമാക്കാനും അവർക്ക് സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കുവാനും സഹായിക്കുന്ന പദ്ധതികളും പോസ്റ്റ് ഓഫീസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സർക്കാർ പിന്തുണയുള്ള പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ ആളുകൾക്ക് ഉറപ്പായും വിശ്വസിക്കാവുന്നതാണ്. മികച്ച പലിശയും സാധാരണക്കാർക്ക് കൈകാര്യം ചെയ്യാനുമാകുന്ന രീതിയിലുള്ള അടവുകളും ആളുകളെ ആകർഷിക്കുന്നു. നികുതി ആനുകൂല്യങ്ങളാണ് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. ദീർഘകാല സമ്പാദ്യ ആസൂത്രണത്തിൽ നിങ്ങളെ വലിയ രീതിയിൽ സഹായിക്കാൻ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികൾ സാധിക്കും. ആൺകുട്ടികൾക്കായി ഇന്ത്യയിൽ നിരവധി പോസ്റ്റ് ഓഫീസ് സേവിംഗ് പ്ലാനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. കുട്ടിയുടെ ഭാവി വിദ്യാഭ്യാസത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ പ്രോഗ്രാമുകൾ സർക്കാർ രൂപകൽപ്പന ചെയ്തത്. ആദ്യത്തേത് നമ്മൾ നോക്കുകയാണെങ്കിൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇന്ത്യൻ സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന ഒരു ജനപ്രിയ ദീർഘകാല നിക്ഷേപ പദ്ധതിയാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ PPF. പൊതുജനങ്ങൾക്കിടയിൽ ദീർഘകാല നിക്ഷേപവും സാമ്പത്തിക ആസൂത്രണവും പ്രോത്സാഹിപ്പിക്കുകയും സുരക്ഷിതമായ സമ്പാദശീലം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. വെറും 500 രൂപയടച്ച് തുറക്കാൻ കഴിയുന്ന PPF അക്കൗണ്ടിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി 1.5 ലക്ഷം 1.5 ലക്ഷം രൂപ വരെ അടയ്ക്കാൻ സാധിക്കും. പ്രതിമാസ അടവുകളാണ് ഈ സ്കീമിലുള്ളത്. 15 മെച്യൂരിറ്റി കാലയളവിന് ശേഷം 5 വർഷത്തേക്ക് കൂടി നിക്ഷേപം തുടരാം. എല്ലാ വർഷവും പലിശ നിക്ഷേപകൻ്റെ അക്കൗണ്ടിലെത്തുന്നു. നികുതി ഇളവുകളും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ സവിശേഷതയാണ്. അടുത്തത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് NSC അഥവാ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജനപ്രിയ നിക്ഷേപ പദ്ധതികളിൽ ഒന്നാണ്. ചെറുകിട ഇടത്തര നിക്ഷേപകർക്കിടയിൽ സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആൺകുട്ടികളുടെ ഭാവിയുടെ സാമ്പത്തിക സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഉറപ്പായ വരുമാനം വാഗ്ദാനം ചെയ്യുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതിയാണിത്. 500 രൂപയാണ് പദ്ധതിയിൽ കുറഞ്ഞ നിക്ഷേപം. 1.5 ലക്ഷം രൂപ ഉയർന്ന നിക്ഷേപ പരിധിയായും വെച്ചിട്ടുണ്ട്. 5 വർഷത്തേക്ക് മെച്യൂരിറ്റി കാലയളവിൽ നികുതി ഇളവുകൾക്കും അവകാശമുണ്ട്. അടുത്തത് കിസാൻ വികാസ് പത്ര. കിസാൻ വികാസ് പത്ര അല്ലെങ്കിൽ KVP ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള ആളുകൾക്കിടയിൽ ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ അവതരിപ്പിക്കുന്ന സമ്പാദ്യ പദ്ധതിയാണ്. നിങ്ങളുടെ പണം ഗ്യാരണ്ടീഡ് റിട്ടേൺ നിരക്കിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഒരു സ്ഥിര വരുമാനമാണിത്. അവ പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് വാങ്ങാം. 115 മാസമാണ് ഇതിൻ്റെ മെച്യൂരിറ്റി കാലയളവ്. ആദായ നികുതി വകുപ്പിൻ്റെ സെക്ഷൻ 80C അനുസരിച്ച് നികുതി ഇളവുകളും ഇതിന് ലഭിക്കുന്നു. അടുത്തത് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇന്ത്യൻ തപാൽ സംവിധാനം വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ RD. പണം ലാഭിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് എല്ലാ മാസവും. ഈ പ്രോഗ്രാം ഉയർന്ന പരിധി ഓപ്ഷനുകളൊന്നും നൽകുന്നില്ല. ഇത് ആളുകളെ അവരുടെ സാമ്പത്തിക ശേഷിയോളം നിക്ഷേപിക്കാൻ അനുവദിക്കുന്നു. അങ്ങനെ കാലക്രമേണ RDയിൽ ത്രൈമാസ കൂട്ടുപലിശയോടുകൂടി സമ്പാദ്യം വർദ്ധിക്കും. അപ്പോൾ ഇത്രയും നിക്ഷേപ പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസ് കീഴിലുള്ള ചില നിക്ഷേപ പദ്ധതികൾ. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് നമ്മൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് നമ്മളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, പിന്നെ ഒരു നന്മ ചെയ്യുക. നിങ്ങളുടെ തൊട്ടടുത്ത കൂട്ടുകാരനെ ഷെയർ ചെയ്യാനുള്ള സന്മനസ്സും കൂടി കാണിക്കുക.
അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ നല്ലൊരു ടോപ്പിക്കായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.